ഹൈദരാബാദ് ജോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. സാധാരണ ഉണ്ടാക്കുന്ന സാമ്പാറിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഉണ്ടാക്കുന്ന നല്ലൊരു സാമ്പാറാണിത്. ഈ ഓണക്കാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സദ്യ സ്പെഷ്യൽ സാമ്പാർ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് സാധാരണ രീതിയിൽ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ട പോലെ തന്നെ കുറച്ച് പച്ചക്കറികൾ ആവശ്യമുണ്ട്. ഇനി കുറച്ച് പരിപ്പ് കുതിർത്തെടുത്ത് ആവശ്യമുണ്ട്. നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ഈ പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനിയും കുറച്ച് പച്ചക്കറികൾ നമുക്ക് ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കാം. ആദ്യം വെള്ളരിങ്ങ ഒന്ന് അരിഞ്ഞെടുക്കുന്നു. കുറച്ച് മുഴുത്ത കഷ്ണങ്ങളാക്കിയാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. ഇനി അടുത്തത് ക്യാരറ്റാണ്. ക്യാരറ്റും കൂടെ നമുക്കൊന്ന് മുഴുത്ത കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇനിയും വേണ്ടുന്നത് കിഴങ്ങാണ്. കിഴങ്ങും കുറച്ച് മുഴുത്ത കഷ്ണങ്ങളാക്കി തന്നെ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. ഇനിയും വേണ്ടുന്ന ഒരു സവോള, അതും കൂടെ അരിഞ്ഞെടുക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്. ഈ വെന്ത പരിപ്പിലേക്ക് നമ്മളെടുത്ത് ഇപ്പോൾ കണ്ടിച്ച് വെച്ച കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇതും കുറച്ച് വെള്ളമൊഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പച്ചമുളക് ഇട്ട് കൊടുത്തു, ബീൻസ് ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ കോവയ്ക്ക ഇട്ട് കൊടുക്കാം. അടുത്ത് വെണ്ടയ്ക്ക കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിക്ക അരിഞ്ഞതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വാഴയ്ക്ക നേരത്തെ അരിഞ്ഞ് നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ആ വാഴയ്ക്ക കൂടെ നമുക്കിതിലേക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുക്കർ ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം നമ്മൾ അടിയിൽ കിടക്കുന്ന വെജിറ്റബിൾസൊക്കെ വെന്തതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് തേങ്ങ ചിരകിയത് ആവശ്യമുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, സാമ്പാർ പൊടി, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കായപ്പൊടി, ഇതാണ് ആവശ്യമുള്ളത്. സാമ്പാർ പൊടി കൂടെ ആവശ്യമുണ്ട്. തേങ്ങ ചിരകിയത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. 2-3 വെളുത്തുള്ളികൾ നമ്മൾ ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പില കൂടെ ഈ സമയം ഇട്ട് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണ ആവശ്യമില്ല, കുറച്ച് മതിയാവും. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച പൊടികളെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നു. പൊടികളുടെ പച്ചപ്പൊന്ന് മാറി വരണം, അതുവരെ ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചപ്പൊക്കെ മാറി നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡിയായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ വേവിച്ച് വെച്ച നമ്മളുടെ കുക്കറിലേക്ക്, കഷ്ണങ്ങൾ വേവിച്ച് വെച്ച കുക്കറിലേക്ക് നമുക്ക് അരപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ വെന്ത് കിട്ടി. ഈ സമയം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് വാളംപുളി വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് ഒന്നുകൂടെ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ അരപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ തിളപ്പിക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം.
നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വറവ് ആവശ്യമുണ്ട്. അതിനായിട്ട് വെളുത്തുള്ളി, കുറച്ച് സവോള, അതുപോലെ തന്നെ വറ്റൽമുളക്, കറിവേപ്പില ആവശ്യമുണ്ട്. ആദ്യം കടുകിട്ട് കൊടുത്തു. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളെടുത്ത് വെച്ച വറ്റൽമുളക്, സവോള, കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മുടെ സാമ്പാറിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ രുചികരമായിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. കുത്തരി ചോറിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറായിട്ടുള്ള സാമ്പാറാണിത്.